രാഷ്ട്രീയ കൊലപാതക വിഷയത്തിലും സിപിഎമ്മിനെ പരാമർശിക്കാതെ രാഹുൽ ഗാന്ധി. വടക്കൻ മലബാറിലെ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ചോദ്യമുയർന്നപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു മറുപടി. വയനാടുമായി ദീർഘകാലത്തെ ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. UPA സർക്കാർ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി തടഞ്ഞത് BJP ആണെന്നും രാഹുൽ തൃത്താലയിൽ പറഞ്ഞു. 2 ദിവസത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയാക്കി രാഹുൽ മടങ്ങി. CPM-നെ വിമർശിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രചാരണം നയിക്കുമ്പോൾ കണ്ണൂരിൽ പോലും CPM-ന്റെ പേര് പറയാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. I think all forms of violence arise from weakness. The Congress party believes in non-violence. The Congress party believes in strength. And the Congress party does not believe in killing and murdering its opponents. Of course, you are aware of what goes on in this region and I condemn it. വിവിധ മത സാമുദായിക വിഭാഗങ്ങൾ സഹിഷ്ണുതയോടെ വസിക്കുന്ന വയനാട്ടിൽ നിന്ന് ഇന്ത്യക്ക് ഏറെ പഠിക്കാനുണ്ട്. വയനാടിന്റെ പേര് ലോകം മുഴുവൻ എത്തിക്കും. വയനാടുമായി ദീർഘകാലത്തേക്കുള്ള ആത്മബന്ധമാണ് ആഗ്രഹിക്കുന്നത്. And I wanted to send a message to the rest of the country that there is a place called Wayanad where everybody lives happily together peacefully. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ നിർമ്മാണോദ്ഘാടനം വരെ UPA കാലത്ത് നടത്തിയതാണ്. BJP പദ്ധതി മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. സാമ്പത്തിക തകർച്ചയും കാർഷിക പ്രതിസന്ധിയും അഴിമതിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇന്നലെ രാത്രി കണ്ണൂരിലെത്തിയ രാഹുൽ രാവിലെ വടക്കൻ ജില്ലകളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സ്വന്തം മണ്ഡലത്തിലേക്ക് പുറപ്പെട്ടത്. സുൽത്താൻ ബത്തേരി, തിരുവമ്പാടി, വണ്ടൂർ, തൃത്താല എന്നിവിടങ്ങളിലായിരുന്നു പൊതുയോഗങ്ങൾ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി മടങ്ങുമ്പോൾ UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് രാഹുൽ തരംഗമായി ആഞ്ഞടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതാക്കൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വയനാടിന്റെ കാർഷിക ടൂറിസം വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ. തന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വയനാടിനെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകിയ രാഹുൽ വയനാടുമായി ദീർഘകാലത്തേക്കുള്ള ആത്മബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി. IAS നേടിയ ശ്രീധന്യ സുരേഷിനൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച രാഹുൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ ബന്ധുക്കളെയും കണ്ടു. ഞാൻ വയനാടിന്റെ മകനാണ്. മക്കൾ പിതാക്കളോട് കള്ളം പറയാറില്ല എന്നു പറഞ്ഞാണ് രാഹുൽ തിരുവമ്പാടിയിൽ പ്രസംഗം തുടങ്ങിയത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വയനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. റബ്ബർ വിലത്തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കും. ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാക്കും. US മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ പോലും വരാൻ കൊതിക്കുന്ന ഇടമായി വയനാട് മാറും. I would like to work with you to make it a center of sustainable tourism. I want to popularize the name of Wayanad all across the world. Say the ex-president of the United States, Mr. Obama, wants to go on holiday. He should say, I want to go to Wayanad. 15 ലക്ഷം ബാങ്ക് അക്കൗണ്ടിലെത്തുമെന്ന നരേന്ദ്രമോദിയുടെ വാഗ്ദാനം പോലെ ആയിരിക്കില്ല ഇതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിന് അപമാനമാണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ മാതാപിതാക്കൾ തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് തന്നെ സഹായിച്ചതെന്ന് IAS നേടിയ ശ്രീധന്യ സുരേഷ് പറയുന്നു. My parents worked in Manrega. Manrega made it possible for me to do what I have done. ഇത് നരേന്ദ്രമോദിക്കുള്ള മറുപടിയാണ്. വയനാട്ടിൽ നിന്നും 1000 ശ്രീധന്യമാരെ സൃഷ്ടിക്കും. ശ്രീധന്യ സുരേഷിനും കുടുംബത്തിനുമൊപ്പമായിരുന്നു ബത്തേരിയിൽ രാഹുലിന്റെ ഉച്ചഭക്ഷണം. ആത്മഹത്യ ചെയ്ത 6 കർഷകരുടെ ഭാര്യമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വയനാടിന്റെ കാർഷിക വികസന സ്വപ്നങ്ങൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി മണ്ഡലം താൻ ദീർഘകാലം നിലനിർത്തുമെന്ന സൂചനയാണ് നൽകുന്നത്. ഒപ്പം ശ്രീധന്യ സുരേഷിന്റെ പേരെടുത്തു പറഞ്ഞ് വയനാട്ടുകാരെ കയ്യിലെടുക്കാനും രാഹുൽ ഗാന്ധി മറന്നില്ല. തിരുവമ്പാടിയിൽ നിന്നും ക്യാമറമാൻ സ്വരൂപിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത തിരുനെല്ലിയിൽ ബലിതർപ്പണം നടത്തി രാഹുൽ ഗാന്ധി. ഇന്ത്യയ്ക്കും രാജുവിനും വേണ്ടി തർപ്പണം നടത്തിയ രാഹുൽ പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികർക്കും രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും തർപ്പണം നടത്തി. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് BJP നടത്തുന്ന പ്രചാരണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു രാഹുലിന്റെ ക്ഷേത്രദർശനം. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ആദ്യം സാഷ്ടാംഗ പ്രണാമം, പിന്നീട് കാൽനടയായി പാപനാശിനിയിലേക്ക്. 28 വർഷം മുൻപ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത തീർത്ഥക്കരയിലേക്ക് രാഹുലിന്റെ ആദ്യ യാത്ര. അവിടെ രാജീവിന്റെയും ഇന്ദിരയുടെയും പേര് പറഞ്ഞ് തർപ്പണം. രാജീവ് ഗാന്ധി നാമധേയം പിണ്ടമുപതിഷ്ഠതു. ഇന്ദിരാഗാന്ധി നാമധേയം പിണ്ടമുപതിഷ്ഠതു. തിരുനെല്ലി ക്ഷേത്ര മേൽശാന്തിയിൽ നിന്ന് പ്രസാദം വാങ്ങി മടങ്ങിയ രാഹുൽ BJPക്ക് ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുകയായിരുന്നു. വൈകാരികമായി ബന്ധമുള്ള മണ്ണാണ് മത്സരിക്കാൻ തെരഞ്ഞെടുത്തത് എന്ന് ആദ്യ സന്ദേശം.
അമിത്ഷാ പറഞ്ഞതുപോലെ പച്ചക്കൊടി മാത്രം പാറുന്ന പാകിസ്ഥാനല്ല വയനാട് എന്ന് ഉത്തരേന്ത്യയെ ബോധിപ്പിക്കുക കൂടിയായിരുന്നു തിരുനെല്ലി ദർശനത്തിലൂടെ രാഹുൽ ഗാന്ധി. വ്യക്തിപരമാണെന്ന് പറയുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ തിരുനെല്ലി സന്ദർശനത്തിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന പാകിസ്ഥാൻ പ്രചാരങ്ങൾക്കുള്ള മറുപടിയായി രാഹുലിന്റെ തിരുനെല്ലി സന്ദർശനം ഉപയോഗിക്കപ്പെട്ടേക്കാം. തിരുനെല്ലിയിൽ നിന്നും അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള നേതാവായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്നെ കള്ളനെന്ന് വിളിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നാക്ക വിഭാഗങ്ങളോടുള്ള കോൺഗ്രസിന്റെ മനോഭാവമാണ് വ്യക്തമായതെന്നും മഹാരാഷ്ട്രയിലെ റാലിയിൽ മോദി ആരോപിച്ചു. കാവൽക്കാരൻ കള്ളനാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഏറെ നാളായി ഉപയോഗിക്കുന്ന പ്രയോഗമാണിത്. അതിനെ മറികടക്കാൻ മോദി ജാതിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. താൻ പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ കള്ളനെന്ന് വിളിക്കുന്നതെന്നാണ് മോദിയുടെ ആരോപണം. പിന്നാക്ക സമുദായത്തെ മുഴുവൻ രാഹുൽ കള്ളന്മാരായി മുദ്ര കുത്തുകയാണ്. മോദി എന്ന പേരുള്ളവരെല്ലാം കള്ളന്മാരാണെന്നാണ് രാഹുൽ പറയുന്നത് എന്ന് മഹാരാഷ്ട്രയിലെ മാധയിലെ റാലിയിൽ മോദി പറഞ്ഞു. कि जिसका भी नाम मोदी है वो सारे चोर क्यों है? भाइयों बहनों, अनेक बार कांग्रेस और उसके साथियों ने मेरी हैसियत बताने वाली, मेरी जाति बताने वाली गालियां देने में कोई कमी नहीं रखी है. അതിനിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ അശോക് ഗെഹ്ലോട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കുറിച്ച് നടത്തിയ പരാമർശം വിവാദമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനാണ് BJP രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയാക്കിയത് എന്നായിരുന്നു ഗെഹ്ലോട്ടിന്റെ പ്രതികരണം. ഇലക്ഷൻ ഡെസ്ക്, News 18. നോട്ട് അസാധുവാക്കലിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ആരോപിക്കുന്ന കൂടുതൽ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. മഹാരാഷ്ട്ര കൃഷിമന്ത്രിയുടെ ഓഫീസ്, മുംബൈയിലെ ഹോട്ടൽ, അഹമ്മദാബാദ് BJP ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇടപാട് ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. വീഡിയോ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിന് ധൈര്യമുണ്ടോ എന്നും കോൺഗ്രസ് ചോദിച്ചു. നോട്ടസാധുവാക്കൽ രാജ്യം കണ്ട വലിയ അഴിമതിയാണെന്ന പ്രചാരണം ശക്തമാക്കിയാണ് ഒളിക്യാമറ ഓപ്പറേഷന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടത്. ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്ത് കോടികളുടെ പഴയ നോട്ടുകൾ നിയമവിരുദ്ധമായി മാറ്റി നൽകിയതായാണ് വീഡിയോയിലുള്ളത്. 2017 മാർച്ച് 3 ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തുവിട്ടത്. മുംബൈ കൃഷി മന്ത്രാലയത്തിലെ ചർച്ചകളാണ് ഇതിൽ പ്രധാനം. ചർച്ചയിൽ BJP പ്രതിനിധികളും DCP വദേക്കറും പങ്കെടുത്തു. മുംബൈയിലെ ട്രിനാഡ ഹോട്ടലിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്ത ഇടപാട് ദൃശ്യങ്ങളും പുറത്തുവിട്ടവയിലുണ്ട്. അഹമ്മദാബാദിലെ BJP ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഇടപാടും ദൃശ്യങ്ങളിലുള്ളതായി കോൺഗ്രസ് അവകാശപ്പെട്ടു. ഇത്രയേറെ തെളിവുകൾ വന്നിട്ടും എന്തുകൊണ്ട് നടപടിയില്ലെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. കോൺഗ്രസ് നേരത്തെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വിദേശത്ത് നോട്ടുകൾ അച്ചടിച്ചെന്ന് വെളിപ്പെടുത്തിയ വ്യക്തി റോ ഫീൽഡ് അസിസ്റ്റന്റ് രാഹുൽ ശ്രീരംഗ് ദത്രേക്കാർ തന്നെയെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചതായും കപിൽ സിബൽ പറഞ്ഞു. ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കിയെന്ന ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയോടെ അഴിമതി വ്യക്തമായെന്നാണ് കോൺഗ്രസ് വാദം. News 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പോളിംഗ് നാളെ. 12 സംസ്ഥാനങ്ങളിലെ 95 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഒഡീഷ നിയമസഭയിലെ 35 സീറ്റുകളിലേക്കും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും. തമിഴ്നാട്ടിലെ 18 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നാളെയാണ്. ദക്ഷിണേന്ത്യയിലെ 53ഉം ഉത്തരേന്ത്യയിലെ 42 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ ഉയർന്ന പരാതികളടക്കം പരിഹരിച്ച് വോട്ടെടുപ്പ് നടത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. പ്രശ്നബാധിത ബൂത്തുകളിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വെല്ലൂർ ഒഴികെ തമിഴ്നാട്ടിൽ 38 സീറ്റുകളിൽ ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. 18 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. കർണാടകത്തിൽ 14ഉം മഹാരാഷ്ട്രയിൽ 10 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങളിൽ 4 സംവരണ സീറ്റുകളാണ്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ കാങ്കർ, ജമ്മു കാശ്മീരിലെ ശ്രീനഗർ, ഉധംപൂർ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടെടുപ്പ് 23ലേക്ക് മാറ്റിയിരുന്നു. ഒഡീഷയിലെ 35 നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ, കനിമൊഴി, ദയാനിധിമാരൻ, എ രാജ, HD ദേവഗൌഡ, വീരപ്പ മൊയ്ലി, നടൻ പ്രകാശ് രാജ്, ഹേമമാലിനി, ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. KP അഭിലാഷ്, News 18, ഡൽഹി. ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മാവോയിസ്റ്റുകൾ വധിച്ചു. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന കന്ധമാൽ ലോക്സഭാ മണ്ഡലത്തിലാണ് സംഭവം. സംയുക്ത ഡിഗൽ എന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്.
തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആദായനികുതി വകുപ്പിന്റെ വ്യാപക റെയ്ഡ്. കോടിക്കണക്കിന് രൂപ വിവിധ നേതാക്കളുടെ ഓഫീസുകളിൽ നിന്ന് പിടികൂടി. റെയ്ഡുകൾ രാഷ്ട്രീയ പകപോക്കലാണെന്ന് DMK ആരോപിച്ചു. വെല്ലൂരിൽ AIDMK നേതാവ് പണം വിതരണം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. 2 ദിവസമായി തുടരുന്ന റെയ്ഡിന്റെ ഭാഗമായായിരുന്നു പുതുച്ചേരി മുഖ്യമന്ത്രി V. നാരായണസ്വാമിയുടെ വീട്ടിൽ പരിശോധന. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് TTV ദിനകരന്റെ അനുയായിയുടെ തേനിയിലെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 1.5 കോടിയിലേറെ രൂപ പിടിച്ചെടുത്തു. പാക്കറ്റുകളിലാക്കി വോട്ടർമാരുടെ പേരെഴുതി സൂക്ഷിച്ചിരുന്ന പണമാണ് പിടികൂടിയത്. DMK നേതാവിന്റെ ഓഫീസിൽ നിന്ന് കോടികൾ കണ്ടെത്തിയതിനെ തുടർന്ന് വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തന്നെ റദ്ദാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ AIADMK അടക്കം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനിടെ DMK സ്ഥാനാർത്ഥി കനിമൊഴിയുടെ വസതിയിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് ആദായനികുതി വകുപ്പ് അറിയിച്ചു. രാഷ്ട്രീയമായി തകർക്കാനുള്ള BJP നീക്കമാണ് റെയ്ഡിന് പിന്നിലെന്ന് കനിമൊഴിയും MK സ്റ്റാലിനും പ്രതികരിച്ചു. மோடியோடைய கூட்டணி சேர்ந்து கொண்டு இந்த IT டிபார்ட்மெண்ட்டையும் எலெக்ஷன் கமிஷனையும் பயன்படுத்தி எதிர்க்கட்சிகளுக்கெல்லாம் എതിരാக അവർ செயல்பட்டு കൊണ്ടിരിക്കുകയാர்கள். തമിഴ്നാട്ടിലെ റവന്യൂ മന്ത്രി RB ഉദയകുമാറിന്റെ വസതിയിലും പരിശോധനകൾ നടന്നു. അതിനിടെ തേനിയിൽ AIADMK നേതാവ് പണം വിതരണം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. വോട്ടർമാർ ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ റെയ്ഡുകളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ കത്തുകയാണ് തമിഴകം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മാലേഗാവ് സ്ഫോടന കേസിൽ വിചാരണ നേരിടുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഭോപ്പാലിൽ BJP സ്ഥാനാർത്ഥി. BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് പ്രഗ്യയുടെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകിയത്. ശിവരാജ് സിംഗ് ചൌഹാനുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രഗ്യ മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിയതായി മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ആണ് ഭോപ്പാലിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയുടെ പ്രസംഗം പ്രഥമ ദൃഷ്ട്യാ ചട്ടലംഘനമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ടെത്തി. പ്രസംഗം ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി. അനുമതിയോടെ അല്ല യോഗം നടത്തിയതെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്തെല്ലാം കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടിനകത്ത് ഉള്ളത്? വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? അപർണ, 2 ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. ഒന്ന് V. ശിവൻകുട്ടി സമർപ്പിച്ച ഹർജി, വിഷയത്തിൽ ശ്രീധരൻപിള്ളക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട്. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശ്രീധരൻപിള്ള പങ്കെടുക്കുന്നത് വിലക്കണമെന്നും ആവശ്യപ്പെട്ടും. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചിരുന്നു. ഇതിൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം അനുമതിയില്ലാതെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നും വ്യക്തമാക്കുന്നു. ഏതായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീധരൻപിള്ളയുടെ പ്രസംഗം ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ. വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ BJPയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായുള്ള പരസ്യപ്പോരും കടുക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്ന് BJP. നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന തന്നെ പരാതി ബാധിക്കില്ലെന്ന് ടിക്കാറാം മീണ ന്യൂസ് 18നോട് പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഏകപക്ഷീയമായും പക്ഷപാതപരമായും പെരുമാറുന്നു എന്നതാണ് BJPയുടെ പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂപ്പർ ഗവൺമെന്റ് അല്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും BJP ജനറൽ സെക്രട്ടറി MD രമേശ്. BJPയോട് ഒരു വിദ്വേഷത്തോടുകൂടി പെരുമാറുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. പരാതി നൽകാൻ BJPക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും അവർ പരാതി നൽകട്ടെ എന്നുമായിരുന്നു ടിക്കാറാം മീണയുടെ പ്രതികരണം. സത്യസന്ധമായും നിഷ്പക്ഷമായും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ് താൻ. ശബരിമല വിഷയം പറയരുതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെതെന്ന BJP ആരോപണത്തോടുള്ള മറുപടി ഇങ്ങനെ. അവരോട് തന്നെ ചോദിക്കുക എന്തിനാണ് അവർക്ക് എങ്ങനെ തോന്നൽ വന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ 30 വർഷമായിട്ട് ഇവിടെ ഉണ്ട് കേരളത്തിൽ. നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആയിട്ടാണ് എൻ്റെ പ്രതീക്ഷയ. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. വിവാദ പരസ്യത്തിന്റെ പേരിൽ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K. സുധാകരനെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുത്തു. സ്ത്രീത്വത്തെ പരസ്യമായി അപമാനിക്കുന്ന വിധം വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് കേസ്. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെ ആയെന്ന കുറിപ്പോടെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പരസ്യത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സുധാകരൻ പ്രതികരിച്ചു.
LDF കൺവീനർ A. വിജയരാഘവൻ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനെതിരെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കോടതിയിൽ പരാതി നൽകി. ആലത്തൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരാതി നൽകിയത്. വിജയരാഘവന്റേത് അപ്രതീക്ഷിതമായ നാക്കുപിഴയാണ് സംഭവിച്ചതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. മുസ്ലിം ലീഗിനെതിരായ വൈറസ് പരാമർശത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ സമൂഹമാധ്യമത്തിലും നടപടി. മുസ്ലിം ലീഗ് വൈറസാണെന്ന് ആരോപിക്കുന്ന യോഗിയുടെ 2 ട്വീറ്റുകൾ ട്വിറ്റർ മരവിപ്പിച്ചു. ലീഗിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. BJP അനുഭവമുള്ള 31 ട്വിറ്റർ ഹാൻഡിലുകളിലെ ലീഗിനെതിരായ 34 ട്വീറ്റുകളും മരവിപ്പിച്ചു. മംഗലാപുരത്ത് നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയ നാളെ നടത്തും. വളരെ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് നടത്തേണ്ടതെന്നും അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം കുട്ടിയെ മംഗലാപുരത്ത് നിന്ന് ആംബുലൻസിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി N. ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് ചേർന്നു. ശ്രീനാഥ്, ആശുപത്രിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം പോസ്റ്റ് ഇട്ടയാൾക്കെതിരെ ഏത് വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? കുട്ടിയുടെ ഹൃദയ അറകളിൽ ജന്മനാ തന്നെ ദ്വാരമുണ്ട്. അതുകൂടാതെ രക്തം പമ്പ് ചെയ്യുന്ന കുഴലുകൾ ചുരുങ്ങിയിട്ടുണ്ട്. അതേപോലെ വാൽവുകൾ പ്രവർത്തനരഹിതമാണ്. ഇത്തരത്തിൽ അതിസങ്കീർണമായ ശാരീരികമായ പ്രശ്നങ്ങൾ ജന്മനാ തന്നെ ഈ കുട്ടിക്കുണ്ട്. അതുകൂടാതെ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ 2 പ്രാവശ്യം കുട്ടിക്ക് അപസ്മാരമുണ്ടായി. അങ്ങനെ തന്നെ വളരെ സങ്കീർണമായ അവസ്ഥയിലാണ് കുട്ടി ഇപ്പോഴും ഉള്ളത്. ഏതാണ്ട് 12 ദിവസം വെന്റിലേറ്റർ സഹായത്താലാണ് കുട്ടി ജീവിച്ചിരുന്നത്. ഭാവിയിൽ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ചില വൈകല്യങ്ങളും ഇപ്പോഴത്തെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ സ്ഥിരത കാണുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. നാളെ അന്തിമ രക്തപരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ നടത്തും. സങ്കീർണ രോഗങ്ങളുള്ളതിനാൽ ശസ്ത്രക്രിയ അതീവ അപകടകരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. 2 ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലവർഷവും ഇത്തവണ മികച്ച രീതിയിൽ ലഭിക്കും. പരക്കെ വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് കാര്യമായ ശമനം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇന്നലെ മുതൽ ഒറ്റപ്പെട്ട രീതിയിൽ വേനൽ മഴ ലഭ്യമാവുന്നുണ്ട്. അടുത്ത 5 ദിവസങ്ങളിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒഴികെ ഭേദപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ശക്തമായ വേനൽ ചൂടിനിടയിലെത്തിയ മഴ വലിയൊരു ആശ്വാസമാണ്. വേനൽ ഇനിയും കടുക്കുമെങ്കിലും സംസ്ഥാനത്ത് കാലവർഷം ഒട്ടും മോശമാവില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ വിവിധ മേഖലകളിൽ ഇന്നലെ ശക്തമായ മഴ ലഭ്യമായി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മൂന്നാർ കുണ്ടള അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നുവിട്ടു. 5 ക്യൂമിക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം അണക്കെട്ടുകളിലും ജലനിരപ്പ് 50% താഴെ മാത്രമാണ്. പരക്കെ മഴയുണ്ടാകുമെങ്കിലും ചൂടിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. സൂര്യാതാപ മുന്നറിയിപ്പും പിൻവലിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വടക്കേ ഇന്ത്യയിൽ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 34ആയി. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. വടക്കൻ ഗുജറാത്തിലാണ് കൂടുതൽ മരണം. കെട്ടിടങ്ങളും മരങ്ങളും വീണും ഇടിമിന്നലേറ്റുമാണ് അധികം പേര് മരിച്ചത്. വടക്കൻ ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കേണ്ടിയിരുന്ന വേദിയും കാറ്റിൽ തകർന്നു. മധ്യപ്രദേശിൽ 5 പേർ മരിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. ഗുജറാത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് മാത്രം ആദ്യം ധനസഹായം പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ദുരിതബാധിതർക്കും കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചു. സോഷ്യൽ മീഡിയ മൊബൈൽ ആപ്പായ ടിക്ടോക്കിന് ഇന്ത്യയിൽ പൂർണ്ണ നിരോധനം. ടിക്ടോക്കിന്റെ പ്രവർത്തനം നേരത്തെ മദ്രാസ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിനെതിരായ അപ്പീലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളി. ഇതിനെ തുടർന്ന് രാജ്യമാകെ ടിക്ടോക്ക് തടയാൻ ഗൂഗിളിനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇന്ത്യയിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ടിക്ടോക്ക് നീക്കിയത്. നിരവധി അപകടങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ആപ്പ് കാരണമാകുന്നതായുള്ള പരാതിയും ഉയർന്നിരുന്നു.